ഹായ് ചങ്സ്. നമ്മളിപ്പോൾ ഇന്ന് കുറേ ചെമ്പരത്തിക്കൂട്ടങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകട്ടാ. ചുറ്റുപാട് കുറേ ഐറ്റംസ് ചെമ്പരത്തികൾ കണ്ട. ഇത് ഓറഞ്ചും അല്ല മഞ്ഞ അല്ലാത്തൊരു കളറ്. അതിൻ്റെ ഉള്ളിൽ നല്ല പിങ്കും ഉണ്ട്, റോസും കളറ്. ഇത് തൊട്ടടുത്തൊരു വൈറ്റും ഉണ്ട് കേട്ടോ, പ്യുവർ വൈറ്റ്. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയത് കാണാൻ, പ്യുവർ വൈറ്റ്. ഇതിൻ്റെ മുട്ടുകൾക്ക് എല്ലാത്തിൻ്റെയും ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ എല്ലാ പൂക്കളുടെയും മുട്ടുകളൊക്കെ വ്യത്യസ്തമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ഒക്കെ മുട്ടുകൾ വ്യത്യാസമാണ്. പൂക്കളെ ഏകദേശം സാദൃശ്യം ഉണ്ടെങ്കിലും ഇത് പിന്നെ ആ വൈറ്റിൻ്റെ അതേപോലത്തെ ഇതളകളോടുകൂടി നല്ല പിങ്ക്. അയ്യോ എന്തൊരു രസമാണ് നോക്കിയാൽ പിങ്ക് കാണാൻ. അതിൻ്റെ മുട്ട് നോക്കിയാൽ സാധാ ചെമ്പരത്തിയുടെ മുട്ട് പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ മുട്ട് കാണുന്നത്. അയ്യോ കണ്ട. പക്ഷേ ഇത് ക്യൂട്ടായിട്ട് പെൺകുട്ടികളുടെ ഒക്കെ ഒരു കളറാണല്ലോ, ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറ് പിങ്ക്. ഇത് പ്യുവർ വൈറ്റ്. ഓ നല്ല നല്ല കോമ്പിനേഷനാണല്ലേ. പിന്നെ ഒരാളെ കണ്ടതുണ്ടോ, നല്ല റോസ്, നല്ല കടുത്ത റോസും നടുവിൽ മെറൂൺ കളറും. അതിൻ്റെ ആ ഉള്ളിലുള്ള എന്താ പറയുക, ആ അരി പോലത്തെ സാധനവും അതൊക്കെ നല്ല കളറുണ്ട്. യെല്ലോ കളർ നല്ലോണം ഉദിച്ച് നിൽക്കുന്നുണ്ട്, വെൽവെറ്റ് പോലെ. അത് 5 തണ്ടതായിട്ട് നിൽക്കണതാണ്, നല്ല രസമുണ്ട്. ഇത് മരമായിട്ട് വളരും കേട്ടോ. നേരത്തെ വൈറ്റും റോസും കണ്ടില്ലേ, അത് മരമാവില്ല, ഹൈറ്റ് വയ്ക്കും, പക്ഷെ തണ്ടിന് വണ്ണം കുറവായിരിക്കും. ഇതങ്ങനെയല്ല, കട്ടി തണ്ടായിട്ട് കണ്ട മരം പോലെ നിൽക്കണണ്ട. അത് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഒരു ചന്ദന കളർ എന്നൊക്കെ പറയും, ചന്ദന കളറ്. അതിൻ്റെ ഉള്ളിൽ മെറൂണായിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഓവറായിട്ട് അങ്ങോട്ട് മരം ആവില്ലെങ്കിലും നല്ല ഹൈറ്റിൽ പോകും. കണ്ട ഒരുപാട് ഹൈറ്റിൽ പോകുന്നത്, നിറച്ച് പൂക്കളുണ്ടാവും. നേരത്തെ കണ്ട ഓവർ റോസ് എന്ന് വെച്ചാൽ ഓവർ പൂക്കളുണ്ടാവില്ല, എന്നാലും വെട്ടിക്കൊടുത്ത. ഇത് യെല്ലോ. ഈ യെല്ലോൻ്റെ ഉള്ളിൽ മെറൂൺ കളറും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു തണ്ടും അതിൻ്റെ സെയിം കളർ യെല്ലോയും പിന്നെ മെറൂണും കൊടുത്തിരിക്കുന്നത്. രണ്ടും ആദ്യം ഒരു യെല്ലോ, അതിൻ്റെ ഉള്ളിലൊരു മെറൂൺ, പിന്നെ ഒരു തണ്ട് യെല്ലോ, അതിൻ്റെ തടുക്ക് മെറൂൺ, അങ്ങനെയായിട്ട്. അതിൻ്റെ മുട്ട് വന്നിരിക്കണം നോക്കിയേ. നല്ല ഉണ്ട മുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പൂവ് നല്ല വലുപ്പമുണ്ടെങ്കിലും മുട്ട് ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനി വരുന്ന ഒരാളെ നോക്കിയേ. ഇത് പിങ്കും അല്ല, പീച്ചും അല്ല, റോസും അല്ല, അങ്ങനത്തെ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാൽ ചന്ദന കളറും അല്ല, അങ്ങനത്തെ എല്ലാം കൂടി മിക്സിങ് ആയി ലൈറ്റായിട്ട് പീച്ചും ലൈറ്റായിട്ട് റോസും ചന്ദന കളറും എല്ലാം കൂടി മിക്സായൊരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. നടുവിലൊരു എന്താ ഒരു ഓഫ് വൈറ്റ് കളറുമ്മിൽ വന്നിട്ടുള്ള ഒരു യെല്ലോ ഇതും അതിൻ്റെ തലക്കൽ വന്നിട്ടുള്ളത് ഈ ചെമ്പരത്തി പൂവിൻ്റെ അതേ കളറിലാണ് വന്നിരിക്കുന്നത്. ചിലത് മെറൂണായിട്ടാണ് വരാറ്, ഇതങ്ങനെയല്ല വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ എല്ലാ ഓരോന്നിനും അതിൻ്റെ മുട്ടുകൾ നോക്കിയാൽ സാധാ ചെമ്പരത്തിയുടെ കുഞ്ഞു മുട്ടുകളാണ് കേട്ടോ നമുക്ക് കാണുന്നത്. കണ്ടോ, കുറേ ഇതേപോലെയുണ്ട്. വേറൊരു ഐറ്റം വന്നിട്ടുണ്ട് കണ്ടോ, കട്ടായിട്ട് കുറേ ഇതളുകളുണ്ട്. ചെമ്പരത്തി തന്നെ ഇലയും മുട്ടും എല്ലാം ചെമ്പരത്തി പോലെയാണ്, കുറേ കട്ടായിട്ട്. ഇതിൻ്റെ ഓറഞ്ചും ഉണ്ട്, ഇപ്പം ഈ റെഡും ഉണ്ട്, എല്ലാം ഉണ്ട്. വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുട്ടുകൾ വന്നിരിക്കുന്നത് ഒരിത്തിരി കട്ടിയുള്ള ഉണ്ട ഇതായിട്ടാണ് മുട്ടുകൾ. കാരണം ഇത്രയും ഇതളുകളുണ്ടല്ലോ, ആ ഇതളുകൾക്കുള്ള അനുസരിച്ചുള്ളൊരു മുട്ട്. ആ മുട്ടുകൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കണ്ടപ്പോഴേ എല്ലാത്തിനും വെവ്വേറെ തരത്തിലാട്ടോ. കണ്ട, അത് കുറച്ച് വിരിയുമ്പോൾ ഇങ്ങനെ, അത് കഴിയുമ്പോൾ ഇതേപോലെ ആവുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ഒരാളെ നോക്കി, ഒരു കുഞ്ഞൻ പൂവാണെങ്കിലും ഉണ്ടല്ലോ, ഇവൻ്റെ മുട്ടുകൾ നീളത്തിലാണ് വരുന്നത്. ഇവൻ ആൾ കൊള്ളാട്ടോ, നിറച്ച് കഴിക്കും. ഇതും വലിയ തണ്ടുകളായിട്ടൊന്നും വളരില്ല, പക്ഷെ എത്ര വേണമെങ്കിലും ഹൈറ്റിൽ പൊക്കോളും. ഇത് ഒരുവിധം ഹൈറ്റായി വരുമ്പോഴത്തേക്കും ഒരു കണ്ടതിൻ്റെ മുട്ട് നോക്കിയേ, ക്യൂട്ടായിട്ട് എന്തൊരു രസമാണ്. ഈ നെയിൽ പോളിഷൊക്കെ ഇട്ടൊരു ഫീല്
അതുമ്പോൾ കാണുമ്പോൾ ആ തിളക്കം കാണുമ്പോൾ അല്ലേ നല്ല രസമുണ്ട്. കണ്ടോ? ഓ പിങ്ക്, എന്താ പറയുക, മജന്ത റോസ് എന്നൊക്കെ പറയും. ആ കളറിലാണ് ഇവനെ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റ് കളർ കാണിച്ചു തരാം. ആ ലൈറ്റ് കളർ നോക്കി നോക്കിയേ. ഓ റെഡും അല്ല അത്. ഓ കണ്ട, ഇത് റെഡ് വേറെയാണേ. റെഡ് നല്ല ഭംഗിയിലുണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ മുട്ടുകൾ കാണുമ്പോൾ നമുക്ക് സാധാ ചെമ്പരത്തിയാണെന്ന് തോന്നും. പക്ഷേ ഇത് സാധാ ചെമ്പരത്തി അല്ല. ഇതിൻ്റെ മുട്ട് കണ്ടോ, ഇത് നടുവിലൊരു മെറൂൺ കളറുണ്ട്. ഇത് വലിയ ഫ്ലവറാണ്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നണ്ട, വലിയ ഫ്ലവറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ റോസും പീച്ചും കണ്ടൊരു കളറുണ്ടല്ലോ, അതിൻ്റെ വേറൊരിതാണ് ചന്ദന കളറും നടുവിൽ മെറൂണുമായിട്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ ചന്ദന കളർ വരുമ്പോൾ. ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഇതളുകൾക്ക് അടുപ്പില്ല. ഇതളുകൾ കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക, അകൽച്ചയിലാണ് നിൽക്കുന്നത്. ഇത് വേറൊരു തരം വെറൈറ്റി ആട്ടോ. ഇനി വേറൊരാൾ വരുന്നുണ്ട്, റെഡും ഓറഞ്ചും ഓഫ് വൈറ്റും മിക്സിങ് ആണ് കേട്ടോ. അതിൽ റോസും പീച്ചും എല്ലാ കളറും ഉണ്ട്. ഇതിൽ പീച്ചുണ്ട്, നോക്കുമ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്, റെഡ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, എല്ലാ കളറും ഉണ്ട് ഇതിൽ. കാണാൻ തന്നെ രസം. അത് ആദ്യം ചെമ്പരത്തിയുടെ പോലെ കുറച്ച് ഇതളുകൾ വന്നിട്ട്, ഒരു 5-6 ഇതളുകൾ വന്നിട്ട് നടുവിൽ വേറൊരു തണ്ടുമ്പോൾ പിന്നെ റോസാപ്പൂ പോലെ വേറെ വന്നിരിക്കുക. ഇതിൻ്റെ തന്നെ ചന്ദന കളറിൽ വേറെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഡാർക്ക് റെഡും ഈ കളറുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേറെ കളറുണ്ട്, അത് ബാക്കിൽ ഇനി വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ എല്ലാ കളറിൻ്റെ വെറൈറ്റി ദേ വന്നു. കണ്ടോ? ഈ യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ യെല്ലോ അല്ല, എന്നാൽ ഓഫ് വൈറ്റും അല്ല, യെല്ലോ അല്ല, ഓറഞ്ചും അല്ല, എല്ലാം മിക്സിങ് ആയൊരു കളറ്. ഇതിൻ്റെ ഇതളിൻ്റെ കടഭാഗത്ത് ശരിക്കും മെറൂൺ കളറുണ്ട്. അതിൽ നിന്നൊരു തണ്ട് വന്നിട്ട് വീണ്ടും ഉണ്ടായിട്ട് നേരത്തെ റെഡ് കണ്ട അതേ മെത്തേഡ്, പക്ഷെ കളർ ചേഞ്ച് ആണെന്ന് മാത്രം. നല്ല കട്ടായിട്ട് എന്ത് രസമാണെന്നറിയോ ഇത് കാണാൻ. കുറേ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാകുമ്പോണ്ടല്ലോ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. ചെമ്പരത്തിയാന്ന് തോന്നൂല ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. വേറെ എന്തോ ഒരു ഫ്ലവർ അങ്ങനെ തോന്നും. ചെമ്പരത്തിയുടെ ഒരു ഇത് വരുന്നില്ല. അതിൻ്റെ തന്നെ ലൈറ്റ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടി ലൈറ്റായ കളേഴ്സ് വരുന്നുണ്ട്. അവന്മാരാണ് ഇത്. ഇത് മതിലുമ്മൽ ഒരാൾ സുന്ദരമായിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആളെ കാണിച്ചു തരാം. ഇത് വളരെ ലൈറ്റ് കളറായിട്ട് വന്നു. കണ്ട, ആരും കൊണ്ടുവച്ചതല്ല. കണ്ട ഈ ലൈറ്റ് കളറ്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ യെല്ലോവും ഓഫ് വൈറ്റും മെറൂണും റോസും ഒക്കെ വരുന്നുണ്ട്. വേറൊരു ഐറ്റം നോക്കി, പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ഐറ്റം. ഇത് വിരിയണയിൽ മുമ്പുള്ള കോലമാണത്. പക്ഷേ ഡാർക്ക് മെറൂൺ എന്നും പറഞ്ഞിട്ട് മെറൂണിൻ്റെ ഉള്ളിൽ കറുപ്പ് മിക്സ് ചെയ്ത പോലത്തെ ഒരു കളറാണ് ഇതിന്. അതിൻ്റെ മുട്ടുകൾ നോക്കി നോക്കിയാൽ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴോ നല്ല ഉണ്ടയായിട്ട് നല്ല മെറൂൺ കളറിലാണ് ഇതിൻ്റെ ഇത്. ആദ്യം ചെറിയത് ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഓരോ ഘട്ടമായിട്ടുള്ള എല്ലാ പൂക്കളും ഇതുമ്പോൾ തന്നെ ഉണ്ട്. കണ്ട, ഇത് വിരിഞ്ഞ് പൂർണ്ണസ്ഥിതിയിലെത്തുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാവും. നല്ല മെറൂൺ കളറ്, റെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല മെറൂൺ കളറ്. ഇതിൻ്റെ തന്നെ റോസും ഉണ്ട് കേട്ടോ. റോസ് എന്ന് വെച്ചാൽ മെജന്ത കളറിൽ, അല്ലാണ്ട് ലൈറ്റ് റോസല്ല, മെജന്ത കളിലും ഉണ്ട്. വീഡിയോ നമുക്ക് പിന്നീട് പോവാം അങ്ങോട്ട്. ഇതിൻ്റെ നടുക്കൽ ചെമ്പരത്തിയുടേതായ തണ്ടും ആ ഒരു എന്താണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. തരിതരിയായിട്ടൊരു സംഭവമുണ്ട്. പരാഗണം നടക്കുന്ന ആ ഭാഗത്ത് അതൊക്കെ ഉണ്ട്. വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത്. നമ്മൾ വിചാരിക്കും നേരത്തെ ആ കണ്ടതാണെന്ന്. അല്ല, ഇത് വേറൊരു ടൈപ്പ്. കണ്ട, ഇതിൻ്റെ മുട്ട് വളരെ കുഞ്ഞന. ഇത് വേറെ. ഇനി നമുക്ക് കണ്ട, ഓ നല്ല ഭംഗിയില്ലേ. ഇനി അടുത്ത ആളെ കാണാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മളടിച്ച് ആദ്യം വരുന്ന ആൾ ഈ ആളായിരിക്കും. അതായത് ഔഷധമൂല്യമുള്ളതും ഇതിൻ്റെ ഒറിജിനൽ മുട്ട് ഇങ്ങനെയായിരിക്കും. എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം ഈ ആളാണ്. കണ്ട,
ഇയാൾക്കാണ് എന്നും ഡിമാൻഡ്. എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇതൊരു തണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പൂ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇലയും മുട്ടും കായും എല്ലാം ഔഷധ ഗുണമാണ്. താളിയിട്ട് മുടി പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അതേപോലെ ബ്ലഡ് കുറവുള്ളവർക്ക് ഇതിൻ്റെ ഇതളുകൾ കൊണ്ടുപോയിട്ട് വെള്ളം തിളപ്പിച്ചത് കുടിച്ചാൽ ബ്ലഡ് നന്നായി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ, കൊച്ചു കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ നമുക്ക് അത്രയും ഉപകാരമുള്ളൊരു സാധനം. മറ്റൊക്കെ വെറൈറ്റി അതിൻ്റെ വർഗത്തിൽപ്പെട്ട കുറേ ആൾക്കാരാണ്. ഇത് നോക്കിയ വേറൊരു സംഭവം, ഇത് തണ്ട് കട്ടിയായിട്ട് ചെടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരേ പൂക്കളുണ്ടാവുള്ളൂ. പക്ഷേ വിരിയാത്ത മുട്ട അങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്ക് തോന്നും എപ്പോഴും വാടിയിരിക്കുന്നു. ഇത് നോക്കി ഒരു കുഞ്ഞൻ ഫ്ലവറാണ്. കുഞ്ഞൻ മീൻസ് എന്താ പറയുക, ഒരു വിരൽത്തുമ്പിൻ്റെ അത്രേ ഉള്ളൂ ഈ സാധനം. നമ്മൾ വീഡിയോയിൽ വലുതായിട്ട് കാണുന്നത് നോക്കണ്ട. അതിനൊരു കായുണ്ട് കണ്ടോ, ഒരു കായും ഉണ്ട്. ഈ സാധനത്തിൻ്റെ ഇല ചെമ്പരത്തിയുടെ ഇല പോലെയല്ല, പക്ഷേ ചെമ്പരത്തിയുടേതായ എല്ലാ അതുകൊണ്ട്. ഇത് വിരിയാത്ത മുട്ടന് ശരിക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കെന്ന് വെച്ചാൽ ശരിക്ക് ഈ ചെമ്പരത്തിയുടെ പോലെ ഏതായാലും ഫുള്ള് വിരിയില്ല, ഒരു 3/4 ഭാഗം വരുള്ളൂ. എന്നാലും കുറച്ചും കൂടി വിരിയും. കണ്ടോ, കുഞ്ഞെന്ന് വെച്ചാൽ ഒരു കൈയുടെ കൈപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 എണ്ണം വയ്ക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തണ്ടിനൊക്കെ ഭയങ്കര നീളം കേട്ടോ. പിന്നെ അതിൻ്റെ മുട്ടുകളുടെ ഒരു പ്രത്യേകത കണ്ട, ഇങ്ങനൊരു ചെമ്പരത്തി അധികം ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇലയ്ക്കും പ്രത്യേകതയുണ്ട് കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ ഇല. അവസാനം ഇതിന് ഇങ്ങനൊരു കായം, ഒരു ചെമ്പരത്തിക്കും ഞാനൊരു കായം കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്കും കായ്ക്കും പൂവിനും തണ്ടിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇതാണ് വേറൊരു, നേരത്തെ നമ്മളൊരു റോസ് കണ്ടില്ലേ, നെയിൽ പോളിഷ് ഇട്ട പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റോസ് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ ഇത്. ഡാർക്ക് കളറിൽ, വല്ലാത്ത കളറായിപ്പോയില്ലേ. നമ്മളിങ്ങനെ ഉള്ളിൽ ചിമ്മിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ അതിൻ്റെ അറ്റം കാണില്ല. അതേപോലത്തെ ഒരു പ്രത്യേക കളറ് അറിയില്ലേ. പിന്നെ ഇയാളറിയാലോ, പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്തുണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടിക്കും. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കടഭാഗത്ത് ഒരു സ്വീറ്റായിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാവും. തേനാന്നും പറഞ്ഞിട്ട് അത് കുടിക്കും. ശരിക്കും പറഞ്ഞാൽ പൂന്തേൻ എന്ന് പറയണത് അത് തന്നെയാണ്. എന്നാൽ പോലും അത് തേനാണ് എന്ന് പറഞ്ഞിട്ട് മറ്റ് ചെമ്പരത്തിക്ക് അത്ര കിട്ടത്തില്ല. കണ്ടോ, ഇതിനങ്ങനെ കിട്ടും. അപ്പം ഇതാണ് പണ്ടത്തെ പണി. അങ്ങനെ പഴയ ഓർമ്മകളെ നിലനിർത്തുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ 3ാമത്തെ കളറാണ്. ഇത് റോസാണ്, നല്ല ഡാർക്ക് റോസ്. ഇതിൻ്റെ നടുവിൽ മെറൂൺ കളർ വന്നിട്ടുണ്ട്. ഇത് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ടൈപ്പുകൾ തന്നെയാണ്. അല്ല, ആ കണ്ടതിൻ്റെ ഡാർക്ക് ടൈപ്പാണ്. നേരത്തെ നമ്മൾ റെഡ് ഈ ചെമ്പരത്തിയുടെ കണ്ട ഇത്തിരി കണ്ടോ, ഈ ടൈപ്പ് നോക്കിയേ, അതിനേക്കാൾ ഇത്തിരി ലൈറ്റായത്. ഏകദേശം മോഡലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നന്നായി അടിപൊളിയായിട്ട് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ.